ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുട്ടിയെ കാണാനും കൊള്ളാലോ. എന്നാ പിന്നെ കുട്ടിക്ക് ഈ വേഷം കുട്ടിക്ക് തന്നെ ചെയ്തൂടെ? അല്ല, എനിക്ക് അഭിനയിക്കണമെന്ന് അറിയില്ല സർ. മാഡം ഇപ്പൊ ഓക്കെയാ സർ. കുറച്ച് സമയം കൊടുത്താൽ ശരിയാവും. കുറച്ച് സമയം തന്നാ താൻ ശരിയാക്കോ? ആ, ശരിയാക്കി എടുക്കാം സർ. തനിക്ക് ഡാൻസ് അറിയോ? അറിയാം സർ. അല്ല ജഗദീഷ്, ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞ നിലയ്ക്ക് നമുക്ക് ഒരു വട്ടം കൂടെ നോക്കിയാലോ? അജിത്തായി, താൻ എന്ത് പറയുന്നു? അവരിതാ ഓക്കെയാണ് സർ. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഇപ്പൊ ചെയ്ത സ്റ്റെപ്പ് അവര് കൃത്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇത് സംസാരിച്ചിട്ട് പ്രയോജനമില്ല. ആ, അരമണിക്കൂർ മതി സർ. ഇത് ശരിയാക്കാം. ശരി സാറേ, ഇത്രയും കോൺഫിഡൻസ് ആയ ഒരാൾ പറയണമെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവും. അല്ലാതെ പറയില്ല സർ. എൻ്റെ അനുഭവം അങ്ങനെയാണ്. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ല സർ, ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടെന്ന്. എന്തൊരു മെയ്വഴക്കം, എന്ത് രസമായിട്ടാ ഡാൻസ് ചെയ്തത്. കുട്ടിയെ കാണാനും കൊള്ളാലോ. എന്നാ പിന്നെ കുട്ടിക്ക് ഈ വേഷം കുട്ടിക്ക് തന്നെ ചെയ്തൂടെ? അല്ല, എനിക്ക് അഭിനയിക്കണമെന്ന് അറിയില്ല സർ. മാഡം ഇപ്പൊ ഓക്കെയാ. ഇനിയിപ്പോ നമുക്ക് ടേക്ക് പോവാം. ഓക്കെ, ടേക്ക്.
Cut it. അടിപൊളി. താങ്ക് യു. പ്രിയങ്ക പെർഫെക്റ്റ്. താങ്ക് യു സർ. ആ അയ്യോ പ്രിയ പ്രിയേ കൊള്ളാൻ കേട്ടോ ആള്. ആള് കണ്ടതുപോലെയല്ല. താങ്ക് യു. ഹലോ. താങ്ക് യു. ഓ താങ്ക് യു. എന്റെ പൊന്നു മോളെ, ആദ്യ ദിവസം തന്നെ പടം മുടങ്ങിപ്പോന്ന് ഞാനൊന്ന് പേടിച്ചതാ. ഇപ്പൊ എനിക്ക് ധൈര്യമായി. താങ്ക് യു. ഈ ദൈവത്തിന്റെ ഓരോ കളികളെ കഴിവുള്ളവർക്ക് അവസരം കൊടുക്കുകയില്ല, അവസരം കിട്ടിയവർ കഴിവ് കാണിക്കുകയില്ല. അത് കലയുടെ ഒരു ദുര്യോഗമാണ് സാർ. അതെ അതെ. ആരെയും നിസ്സാരമായിട്ട് കാണരുതെന്ന് മാഡത്തിന് ഇപ്പൊ മനസ്സിലായോ? മാഡത്തിന്റെ നായിക പദവി നിലനിന്നത് ആ കുട്ടി കാരണോ? ആ കുട്ടിയോട് ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ? ഞാൻ ആരോട് നന്ദി പറയണോന്നേ ഞാൻ തീരുമാനിച്ചോളാം. പ്രിയേ അവരൊക്കെ ഹാപ്പിയാ. അവര് ഹാപ്പിയാ, പക്ഷെ ഞാൻ ഹാപ്പിയല്ല. അതെന്താ? എല്ലാവരോടും ഇളിച്ചു കാണിച്ച് നടക്കണ്ട. പിന്നെ വേഷം ചെയ്യാൻ പറ്റുമെന്ന് വീണ്ടും ഡയറക്ടർ ചോദിക്കും. അവസാനം ഞാൻ അങ്ങ് സമ്മതിച്ചു പോയി എന്ന് പറയരുത്. ഇതേ എന്റെ സിനിമയാ, എന്റെ ആഗ്രഹമാ. എന്റെ മറ്റുള്ള ആഗ്രഹങ്ങൾ തട്ടിപ്പറിക്കാൻ നോക്കുന്ന പോലെ ഇതുകൂടി തട്ടിപ്പറിക്കാൻ നോക്കരുത്. പിന്നെ സഹായിച്ചത് വലിയ കാര്യമായിട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അത് ചേച്ചിയുടെ ഡ്യൂട്ടി മാത്രമാ. എന്താ മനസ്സിലായോ? സമയം എത്രയായി എടുത്തി? ഇത്ര നേരമായിട്ടും പ്രിയങ്കയ്ക്ക് വരാറായില്ലേ? എല്ലാത്തിനും ഏട്ടത്തി തന്നെ പറഞ്ഞാ മതി. രാധിക അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പ്രിയങ്ക അയക്കേണ്ട കാര്യം എന്താ? പ്രിയങ്ക മോളും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാ. അവൾ ഈ പറയുന്ന മ്യൂസിക് സ്കൂളില്ലേ, അവിടെ ഒരുത്തി ഉണ്ട്, അവളുടെ ഫിദ മാഡം. അവളുടെ കെയർടേക്കറാ. മോള് പോലെയാ കാണുന്നെന്നാ അവള് പറഞ്ഞിരിക്കുന്നത്. അവളുടെ സഹായത്തോടെ പ്രിയങ്ക മോൾ എന്തേലും ചെയ്താലോ? നഷ്ടമേ നമുക്കാ.